സ്വാഗതം. തണുക്കുണ്ടല്ലേ? തണുക്കുണ്ട്. അപ്പോൾ ആ ഡ്രസ്സ് എന്താണ് ഇതിൻ്റെ ഒരു പഴയ ടീഷർട്ട് ഇട്ടിരിക്കണം. ഫുള്ള അതിൻ്റെ ഉള്ളിൽ ഓള് ടീഷർട്ട് ഇട്ടിരിക്കണം. തണുപ്പാണ്. ഓക്കെ, രാവിലെ തന്നെ നല്ല തണുപ്പ്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ തൊട്ട് പെയ്ത് തുടങ്ങിയ മഴയാണ്. വലിയ കുറവൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ ആൾക്കാരെ വല്ലാതെ ഇറങ്ങൂല. പിന്നെന്താ ഓട്ടം മോശമായിരിക്കാം. പോയൊക്കെ നമ്മളെ ഇറക്കട ഇറങ്ങാം. അപ്പോൾ സമയം 9:15 പിന്നെ ഇറങ്ങണം അല്ലേ? ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചു. പിന്നെ ലാപ്ടോപ്പിൽ നോക്കി. എന്നിട്ട് നിർത്തി. ലാപ്ടോപ്പ് എടുത്തുവെച്ചു അല്ലേ? പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ കമൻറ്റ് അതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഞാൻ ഇറങ്ങണം. ഒരു ഓട്ടോക്കാരനാണ് കേട്ടോ. ഞാൻ എൻ്റെ ഓട്ടോ കൊണ്ടാണ് ഇറങ്ങിയിരിക്കും. ഓക്കെ. അതാറ്റ ഓള് പോരണം. പിന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ എൻ്റെ നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവളുടെ പ്രായം കുട്ടികളായിരുന്ന സമയത്തും തന്നെ പറയാം. അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ഒന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ ആർക്കും ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ ആർക്കും ഇല്ല. ഞങ്ങളുടെ വില്ലേജിൽ ആർക്കും ഇല്ല. പിന്നെ ഞങ്ങളുടെ വില്ലേജിനടുത്ത് കുഞ്ഞിപ്പ എന്ന് പറയുന്ന ഒരു ചിക്കുണ്ട്. ചൗക്കത്ത് എന്നാന്ന് തോന്നുന്നു മുമ്പ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. നമ്മളെ അയലോക്കത്തുള്ള ഞങ്ങളെല്ലാവരും കുഞ്ഞിപ്പ എന്ന് വിളിക്കാം. അപ്പൊ ഈ കുഞ്ഞിപ്പാക്ക് ഒരു ഗുഡ്സുണ്ട്. ആ ഒരു ഗുഡ്സിലായിരുന്നു ഞങ്ങള്. റോട്ടിലെ വെള്ളം കണ്ടോ? വെള്ളമാണ്. നല്ല രീതിയിൽ വെള്ളം പൊന്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ. നല്ല വലവെപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പാവൊക്കെ അവിടെ അതിലൊക്കെ വല വെക്കുന്നുണ്ട്. എന്തായാലും കിട്ടിയിരിക്കണമെന്ന് നമ്മൾ കുറച്ച് കണ്ട് പോയി നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഇതൊന്നല്ല, ഈ റോഡ് ഇങ്ങോട്ട് മറയും വെള്ളം, അപ്പുറത്തേക്ക് മറയും. അങ്ങനെയുള്ള ടൈം വരെ ഉണ്ടാവും. പക്ഷെങ്കിൽ അത്തരം മഴ പെയ്യുമ്പോഴാണ് നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ ഉരുൾ പൊട്ടിയെന്നും ഒക്കെ കേൾക്കാറ്. അതുകൊണ്ട് അതിന് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയായിരുന്നു ഞാനൊക്കെ ഒരു വണ്ടിയിൽ കയറി പോയിരുന്നത്. അപ്പോ എന്റെ കയ്യിൽ വണ്ടി ഉണ്ടാവുമ്പോ എന്റെ നാട്ടിലെ കുട്ടികളൊന്ന് കയറട്ടെ എന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ എന്റെ മോളൊന്ന് കയറട്ടെ എന്ന് ചോദിക്കുമ്പോ, അവളെ ഒന്ന് താഴെ വരെ വരട്ടെ എന്ന് പറയുമ്പോ നമ്മൾ കണ്ണും ചെമ്മിയും ഓക്കെയാണ്, അവര് കൊണ്ടുവരികയാണ്. അത് നമ്മളെ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ നമ്മൾ ഈ മിഠായി വാങ്ങി കൊടുക്കുന്ന കേസിലൊക്കെ തന്നെയാണ് സംഭവം ഉള്ളത്. 9:25 നമ്മൾ ലൈനിലെത്തിയിട്ടുണ്ടോ. നമ്മൾ ഇവിടെ ഒരു 10ാമത്തെ വണ്ടി ആയിരിക്കാം, അതോ 9ാമത്തെ? 1, 2, 3, 4, 5, 6, 7, 8, 9ാമത്തെ വണ്ടി. 9ാമത്തെ വണ്ടിയായിട്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം മഴയല്ല, അപ്പോൾ നല്ലൊരു വെയിൽ, സൂര്യൻ വന്നിട്ടുണ്ട്, വെളിച്ചം വന്നിട്ടുണ്ട്. സുഖസുന്ദരമായിട്ട് നിൽക്കുന്ന കാലാവസ്ഥയാണ്. ആളുകൾക്ക് ഇറങ്ങാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഇറങ്ങുമോ നോക്കാം. ചങ്ങന്മാരെ കൈനീട്ടം കിട്ടി. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു കിട്ടിയത്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. അപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വണ്ടൂരിന്ന് വാങ്ങാറ് 70 രൂപയാണ്. ആ 70 രൂപ കയ്യിക്കല്ലോട്ട് കിട്ടി. കൈനീട്ടം കയ്യിൽ കിട്ടിയില്ല. കൈനീട്ടം ഗൂഗിൾ പേ ആയി. അതല്ല, 70 റുപ്യ നമ്മുടെ ലിസ്റ്റിൽ 70 റുപ്യ കയറിയിട്ടുണ്ട് അവിടെ കണക്കിൽ. ഇനി നേരെ വണ്ടൂർ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഇപ്പോ എപ്പോഴും കഴിഞ്ഞിട്ട് കിട്ടിയ 10 മണിക്ക് 3 മിനിറ്റ്. അടുത്തത് എവിടേക്ക് കിട്ടും എന്ന് നോക്കാം. ചെറിയൊരു ജലദോഷം, ഈ തണുത്ത കാറ്റടിച്ചിട്ടാണ് തോന്നുന്നത്. അലർജിയുടെ പ്രശ്നം. ഏതായാലും സ്റ്റാൻഡുണ്ട്, വണ്ടി ഓഫ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നു. അടുത്ത് എന്നെ കൊണ്ടുപോകാൻ ഭാഗ്യമുള്ളവൻ ആരാണ്? അതാരാണ്? കട്ടപ്പ. സമയം 10:45. 10:45 നേരം. ഈ 10:45 നേരമായപ്പോ
നമുക്കൊരു ലോക്കൽ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, ചെയ്യാൻ കുറച്ച് പണിയാണ്. തിരിഞ്ഞു കിട്ടി 10:45 നേരം. അപ്പൊ നമ്മളിതുവരെ നമ്മളാകെ ഒരൊറ്റ ട്രിപ്പ് എടുത്താലുള്ളൂ. നമ്മളാകെ ഇതുവരെ ഒറ്റ ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ ട്രിപ്പിന് പോവുകയാണ്. അയ്യോ, വീണ്ടും സ്റ്റാൻഡിലെത്തി. നല്ല മഴയാണ്. മഴ പെയ്യുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരന് വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ വണ്ടീൻ്റെ അകത്തിരിക്കുന്നതായിരിക്കും ഉണ്ടാവുക. വണ്ടിയിൽ അങ്ങനെ ഇരിക്കുക, മഴയല്ലേ, മഴയത്ത് അവർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ വേണ്ടി തന്നെ നല്ല മഴ. അപ്പോ 11:10 നമ്മള് 2 ലോക്കിലിട്ടു ഇവിടെ ഈ ഒരു ടൈമിൽ. ഏതായാലും വണ്ടി പോകണില്ല, ഇവിടെ ബ്ലോക്ക് പോയി, മഴ കുറവാണ്. കുറച്ച് ചിക്കൻ വാങ്ങാം. പൂളൊക്കെ എന്തായാല 1 കിലോ 40. അടിപൊളി. ആസിക്ക എത്ര ഇറച്ചിക്ക്? ബീഫിന് എത്ര 1 കിലോ? ബീഫിന് 320 വേണ്ട. ഒരു എത്ര 210 അല്ലേ 150 റുപ്യക്ക് മതി. ജൽദി. കോഴിക്ക് എത്ര ഹാസിക്ക? 130 അല്ലേ? കോഴിക്ക് 130. നോക്കിൻ്റെ സുഖമാണ്. ഓട്ടം മോശമാണ്, മഴ ഇങ്ങനെ പെയ്തിട്ട്. എൻ്റെ വണ്ടി 5ാമത്തെ വണ്ടി വേണം. ആശിക്ക് വന്നപ്പോൾ ട്രിപ്പ് വരുന്നില്ലേ? എന്താ ആശിക്ക ട്രിപ്പ് വരാത്തത്? ഇതൊക്കെ പണി കഴിഞ്ഞാ? സുഖല്ലേ? ഇനി പെരേക്ക് പോവാ, കടന്നുറങ്ങാല്ലേ? എന്താ നിങ്ങളല്ലേ പണി കഴിഞ്ഞു. എന്താ പറയാ, ഒന്ന് ചൂടാക്കിട്ട് ഇഞ്ചൻ ചൂടാക്കണം. ജൽദി യാർ ബായ്. ബോട്ടിക്ക് 220 പൊളിച്ച ബോട്ടിയാണ് തൂങ്ങിക്കിടക്കണേ. അതിനിവിടെ 220. കളിയറോട്ടും അറിയാം. നിങ്ങളൊക്കെ നിങ്ങളറിയാത്തൊരു വണ്ടിരങ്ങാടിയിലുണ്ടോ? നിങ്ങൾ ഈ 3 കണ്ടാൽ തന്നെ ഇതൊക്കെ അറിയാത്തവരില്ല, ഇന്നെയാണ് അറിയാത്തത്. ഞാൻ ചിക്കൻ വാങ്ങി വന്നിട്ടും ഒരൊറ്റ വണ്ടി പോയില്ല കേട്ടോ. സമയം ഇവിടെ 11:45. ഇന്ന് കുറച്ച് ചിക്കൻ ആക്കാന്ന് കരുതിയാണ്. മീൻ ഷോക്കാണ്. മീൻ കടയൊക്കെ അടച്ചിട്ടേക്കണം, മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് മീനൊന്നും കിട്ടില്ല. നമ്മുടെ സ്റ്റോറേജാണ്, ആ സ്റ്റോറേജ് വെച്ച്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ചിന്നുവിൻ്റെ ബർത്ത്ഡേയാണ്. ഞാൻ വിഷ് ചെയ്യാതെ പോകുന്നത്. അപ്പോൾ അതിനും കേൾക്കേണ്ടി വരും. അവിടെ എത്തിയിട്ട് വേണം ഒന്ന് സോപ്പിട്ട് നിർത്താം. സമയം 12 മണി. നമ്മൾക്കൊരു ഇളൻ ലോക്കൽ കിട്ടി. ഇളൻ ലോക്കൽ പറഞ്ഞാൽ 40 രൂപ പോയിന്റ്. ഞാൻ 12 മണി ആയതുകൊണ്ട് ചിക്കൻ വാങ്ങിയില്ലേ, അപ്പൊ അത് വീട്ടിൽ കൊണ്ടു കൊടുക്കാം. അപ്പൊ അതിനുള്ള പരിപാടി നോക്കട്ടെ. അതിപ്പോ കൊണ്ടു കൊടുത്താൽ നമുക്ക് ഉച്ചക്ക് മാമ വെച്ചുമ്പോ ചിക്കനും കൂട്ടി കഴിച്ചാം. ഇല്ലെങ്കിൽ നമുക്ക് ഉച്ചക്ക് മാമ വെച്ചുമ്പോ ഒന്നും ഉണ്ടാവില്ല. അത് ഇത് കൊണ്ടു കൊടുക്കാൻ തിരിച്ചു പോരാ. പക്ഷെ ഓട്ടം മോശം കേട്ടോ. ഉച്ച വരെ ഞാൻ പറഞ്ഞില്ലേ, മഴ നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാൽ ആളുണ്ടാവും. ഓ മൈ ഗോഡ്, ആള് ഓട്ടം അടിച്ചിട്ടില്ല. വളവത്തെ ഇത് വണ്ടിയാന്നതാ. ഞാനും ഓണടിക്കാൻ മറന്നു, അയാളും ഓണടിക്കാൻ മറന്നു. അപ്പോ മഴ പെയ്ത് കഴിഞ്ഞാൽ ആളുണ്ടാവില്ല. പിന്നെ നമ്മള് ഇതിനൊന്നും നമ്മളെന്ത് എന്തെന്നെ ചെയ്തിട്ടും കാര്യമല്ലോ. അപ്പൊ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ആളുകൾ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി പറ്റണില്ല. രണ്ടാമത്തെ വിഷയം, കൂലിപ്പണിക്കാർക്ക് പണിയില്ല. കുറച്ച് കഞ്ഞി എടുക്കാം. കഞ്ഞിൻ്റെ വെച്ചതാ. കഞ്ഞിണ്ടോ? കഞ്ഞി മുട്ടായിയോ? മുട്ടായി ഇല്ല. മുട്ടായി അങ്ങാടിയിൽ ഇപ്പം മുട്ടായി നിരോധിച്ചിരിക്കണം. മഴ ആയതുകൊണ്ട് മുട്ടായി ഉണ്ടാക്കാൻ കഴിയണമെന്നാണ് മുട്ടായിക്കാർ പറയുന്നത്. എവിടെ എടുത്തോ? അതിക്ക് എന്തെങ്കിലും ഉണ്ടോ ടച്ചപ്പ്? എന്തെങ്കിലുമൊക്കെ നാമക്കാന് ഇവള് കരയണ കണ്ടിക്കണ, നിങ്ങൾ കണ്ടോളി. ആക്കണ ഉണക്കമീനുണ്ട്, അതിക്ക് കഞ്ഞിയുണ്ട്. കഞ്ഞി കുടിച്ചാൻ പോരണജി? കഞ്ഞി കുടിച്ചാണ്ടോ? ഒരു 12:15 ലൈനൊക്കെ തന്നെ എത്തിക്കണ്ടോ. തള്ളിക്കൊണ്ട് നിൽക്കുവാണ്. ഞാൻ പറഞ്ഞല്ലേ, നല്ല ബ്ലോക്കാണ്, ടൈറ്റ് ബ്ലോക്കാണ്. മേലെ താഴെ അടക്കിയ ബ്ലോക്കാണ്. ഇപ്പം മഴയ്ക്ക് നല്ല കുറവുണ്ട്. മഴ നന്നായിട്ട് കുറവ്. കലക്ടർ എന്നാണ് അവധി പ്രഖ്യാപിക്കണേ, അന്ന് മഴ കുറയും. 1 മണി കറക്റ്റാണ്. നമുക്കൊരു 50 രൂപയുടെ ലോക്കല് കിട്ടിയിട്ടുണ്ട്. അതൊന്നും കാര്യമല്ല. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഓടുന്നത്.
അവിടെയൊക്കെ തോട്ടുന്ന മീൻപിടുത്തത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ് എല്ലാവരും. എന്താ പറയാ, ഒരു ലക്ക് നമുക്ക് വീണില്ലല്ലോ. ഉച്ചയ്ക്ക് മുമ്പ് ഒരു ലക്ക് കിട്ടി ധൈര്യമായി. ഇനിയിപ്പോ എന്താ വെച്ചാൽ ലക്ക് കിട്ടൂലേ ഇങ്ങനെ ആക്കണം. നമ്മൾ ഓവർ വലുതെന്നല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 200 രൂപയുടെ 2 ട്രിപ്പ്, അതായത് 400 റുപ്യന്റെ ട്രിപ്പ്, അത് 200 രണ്ടെണ്ണമായിട്ടോ, ഒരു 100 1, അല്ലെങ്കിൽ 150 രണ്ടെണ്ണം, അങ്ങനെയൊക്കെ. അതൊക്കെ ഞാൻ ഉദ്ദേശിക്കണ ലക്ക്. അതൊക്കെ മതി. അത് കിട്ടിയാൽ തന്നെ നമ്മൾ പിന്നെ ഈ പൊട്ട് ഓടിക്കഴിഞ്ഞാൽ, പൊട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ ഓട്ടം ഓടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾക്ക് കൂലിയൊക്കെ പണിയും. ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര ശോകമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് നമ്മൾ സ്ഥിരം ട്രിപ്പ് ആക്കണം എന്ന് കരുതിയിരുന്ന ഒരു പൂവോട് ട്രിപ്പ് അതും നമുക്ക് കിട്ടില്ല. സാധാരണ നമുക്കൊരു ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ റിട്ടേൺ പോകുമ്പോൾ ഒരു 3-4 ട്രിപ്പ് കഴിഞ്ഞ് 4ാമത്തെ ട്രിപ്പിലേക്ക് നമുക്കൊരു ലോക്കലൊക്കെ അടിക്കാം. അതായത് 4-1 നമുക്ക് ഈ റിട്ടേൺ പോകുന്ന ഗ്യാപ്പിൽ ലോക്കലേക്ക് കിട്ടും. അല്ലെങ്കിൽ 3-4 ആളുകളെ അങ്ങാടിയിലേക്ക് റിട്ടേൺ കൊണ്ടുപോകാൻ വേണ്ടി കിട്ടാറുണ്ട്. അതൊന്നുമില്ല. റോഡ് മൊത്തം കാര്യമാണ്. കുറെ വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ പോകുന്നുണ്ട് നല്ലത്. വേറെ ഒന്നുമില്ല. ഞാൻ ഇറങ്ങിയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ മഴയല്ല, വെയിലാണ്. ഏതാണ്ട് അവിടെ ഇങ്ങനെ ആയിട്ട് നമ്മളൊരു ട്രിപ്പുകാർ നിൽക്കുന്നുണ്ട്. ഒരു 150 രൂപ പോയിന്റോ. അവര് നമ്മളെ കണ്ടിട്ടില്ല, അവർ നമ്മൾക്ക് ശ്രദ്ധിക്കണില്ല. അതേ വണ്ടി വിളിച്ച് പോവാണെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടും. അതിനുള്ള പരിപാടിയിലാണ്, അതിനുള്ള ശ്രമത്തിലാണ്. ഇതിലെങ്ങനെ വാട്ടം പിടിച്ച് നടക്കുക. ഇതെങ്ങനെ വാട്ടം പിടിച്ച് നടന്നാലേ ഇവരെങ്ങനെയൊക്കെ നമ്മളെ കണ്ടാലേ നമ്മൾക്ക് പോകാം. ഞാൻ ഒരു വാട്ടി മുടി പണിട്ട് അയ്യം പേച്ച് ഞാനേ കേൾക്ക മാട്ടേ. അതായത് നമ്മൾ വാട്ടം പിടിച്ച് തരുന്ന ട്രിപ്പില്ലേ, ആ ട്രിപ്പാണ് പോകും. നമ്മൾ വാട്ടം പിടിച്ച് പറഞ്ഞാൽ അവിടെ പിടിച്ചോണ്ട് നിൽക്കും. ആ ആൾക്കാരെ കണ്ണുന്നത് വിടൂല നമ്മള്. അപ്പൊ അവിടെ കുറെ നേരം ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നിന്ന് ഡ്രൈവർമാർക്ക് അറിയും ചെയ്യരുത് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിൽക്കണെന്നുള്ളത്. അങ്ങനെ നിന്ന് ലാസ്റ്റ് അവരെന്നെ കണ്ടു. അവര് കുറച്ച് ചിക്കൻ വാങ്ങാണ്ടായിരുന്നു. അപ്പൊ ചിക്കൻ വാങ്ങിക്കാനായിട്ട് അവര് വിളിച്ചു. ഇപ്പൊ അവിടെ കൊണ്ടുവിട്ട് 130 രൂപ പോക്കറ്റിലാക്കി. ഇനി നേരെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാം. ഉച്ചക്ക് മുന്നേ ഒന്നും കിട്ടിയില്ലേ, ഒരു 100 റുപ്യന്റെ മേലേക്കുള്ള ഒരു ട്രിപ്പ് കിട്ടി. ഇപ്പൊ വന്നത് ഒരു 6 കിലോമീറ്റർ ദൂരത്തേക്കായിരുന്നു. താളിയംകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം. താളിയംകുണ്ടിക്ക് എത്താണ്ട് അതിന് മുമ്പായിട്ട് ആണ് ഈ ഒരു സ്ഥലം, അവരിറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് 6 കിലോമീറ്റർ വരുള്ളൂ. വീട്ടിലാണ് ഈ ഷീറ്റ് പറ്റ താഴ്ന്നല്ല. ഇതൊന്ന് ശരിക്കും കെട്ടണം. ഇവിടുത്തെ കെട്ട് പാളിയതാണ്. അവിടെ കുത്ത് കെട്ടണം. കെട്ട് പാളിയതാണ്. ഏയ് ചോറുന്നാ ഇല്ലേ? കൊക്കൊക്കൊക്കൊക്കൊക്കൊ ഇതൊക്കെ നമുക്ക് അറുത്ത് തിന്നാ കറി വെച്ച് തിന്നണം. അവലൊക്കെ നാടൻ കോഴി അല്ലേ? ഏതാ പെണ്ണുമ്മ? കടിച്ചണ പെണ്ണുമ്മേ, കൊത്തണ പെണ്ണുമ്മ അല്ലേ? കുട്ടികളുണ്ടായിട്ട് കൊക്കൊക്കെ പറയണേ. അപ്പോ എവിടെ ചോറ് കൊണ്ടല്ലേ? പപ്പടം ഞാൻ പൊരിച്ചിട്ടില്ല. ചിക്കൻ കറി. പിന്നെ എന്നെ ചിന്നുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാവരും അവളൊന്ന് വിഷ് ചെയ്യാം. ഓക്കെ പറഞ്ഞിട്ടോ, ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താ ആർക്കെടുത്താ പൊരിക്കാനോ? ഒന്നും റെഡി ആയില്ല. ഇപ്പോൾ 2 മണി ആയിട്ട് ആയ ചോറുന്നുണ്ടേ. 12 മണിക്ക് 12 മണിക്ക് 2 മണിയായില്ലേ? അയ്യോ പിടിച്ചില്ല. എന്ത് സോക്കേഷ്മ നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനമാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഒരു സാധനം. ഇതെന്താണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കത്തി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അതെ, ഒരു കത്തി കൊണ്ട് നമുക്കത് അൺബോക്സ് ചെയ്യാം. ആര്യ ക്യാമറാമാൻ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. നമ്മളിത് യാത്രയ്ക്ക് ഏതായാലും സമയം കുറേ എടുക്കും പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലേ, മാസങ്ങളുടെ കണക്ക് വരുന്നുണ്ട്. അയ്യോ, അപ്പോൾ ഞാനൊരു
കൈ കടയുണ്ടോ വേണ്ട കൈ അപ്പൊ കടയും അപ്പൊ നമ്മ കുറച്ച് ബാക്കിൽ ഇരുന്നാൽ മതി അപ്പൊ കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് ഇപ്പം എവിടെ ഉണ്ടോ ഞാൻ അവിടെ പൊളിച്ച് കിട്ടും പക്ഷേ അവിടെ നിന്ന് കിട്ടുമ്പോഴല്ല എന്തിനും ഇങ്ങനെയൊക്കെ കരച്ചു കൊടുത്ത് ഇല്ലേ ഇപ്പോഴും കിട്ടിയിട്ടില്ല 4 ചെയ്ത് ഓഫാക്കിയിരുന്നല്ലോ എന്തൊരു വയ്ക്കുന്നടേ മോശമായിട്ട്. അതിന്റെ നടുവ് കൂടെ ഒക്കെ വര ഇറക്കണം നടുമുറി. ഓക്കെ ആണെങ്കിൽ നമ്മുടെ സാധനം എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരു പെട്ടിക്കുള്ളിൽ പെട്ടി. ഇതിന് റിട്ടേൺ അയക്കേണ്ടി വന്നാൽ ഈ ബോക്സിന്റെ അവസ്ഥ പറയേണ്ടതില്ല. പെട്ടിക്കുള്ളിൽ പെട്ടി. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ്. എന്നിട്ട് കുറച്ച് അരി കാണില്ല അപ്പം ഇല്ലേ അങ്ങനെ ഉണ്ടാവില്ലേ ഫ്ലോട്ടബിൾ കാർഡ് ടൈപ്പ് സ്റ്റൗ എന്നാണ്. അത് നല്ല സഞ്ചി ഓപ്പൺ ആക്കുന്ന ഇതിൻ്റെ എന്തൊക്കെ കണ്ടിക്കുണ്ടാരങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിക്കുണ്ടാരങ്ങൾ പോർട്ടബിൾ സ്റ്റൗ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഇതാണ് നല്ലൊരു കാരിബാഗോട് കൂട്ടിയുള്ള സാധനം. ഇത് കുറേ ഞാൻ വാങ്ങണം കരുതി. ഇതിപ്പോൾ ഓർഡർ ചെയ്തിട്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസങ്ങൾ വൈകിട്ടാണ് ഈ സാധനം. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം. ആരും തെറ്റിദ്ധരിക്കരുത്. അതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അവിടെ നമുക്ക് പാത്രം വെക്കാം. ഇതിന് കാലുണ്ട്. കാല് ഉണ്ടാ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ കാലും വന്നു. ഓക്കെ ഇങ്ങനെ വെക്കുക. ഇവിടെയാണ് നമ്മൾ ആ ഒരു ചെറിയൊരു എന്താ പറയുക ക്യാൻ സിലിണ്ടർ ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുക. ഇതിനുള്ളിൽ അത് ശ്രദ്ധിക്കണം സാധനം. അത് ലീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് അഡ്ജസ്റ്റബിൾ ഉണ്ട്. ഇതിവിടെ ഇതുമ്പോൾ തന്നെ ഇത് കത്തിക്കാനുള്ള അത് ഗണ്ണൊക്കെ ഇവിടെ തന്നെ ഫിക്സഡാണ്. നമുക്ക് അതിനായിട്ട് ഗണ്ണ് പ്രത്യേകിച്ച് ലൈറ്റർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് സ്പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് തോടിൻ്റെ മഴ നന്നായിട്ട് പെയ്തിട്ട് തോടിൻ്റെ സൈഡിലൊക്കെ ക്യാമ്പ് ചെയ്യണമെന്ന് വരുന്നുണ്ട്. ഏതായാലും കുറച്ച് ആവുമല്ലോ യാത്രയ്ക്ക്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾക്ക് സുഖമായിട്ട് പൊടിഞ്ഞ് കെട്ടി കൊണ്ടുപോകാൻ പറ്റും. അത്ര ഉള്ളൂ. എൻ്റെ ഉള്ളം കയ്യിൽ നിൽക്കുന്ന അത്ര ഉള്ളി അടുത്ത് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ കത്തും. ഒരു 2 ലിറ്റർ വെള്ളം എടുത്താൽ ഒരു 3 ലിറ്റർ വെള്ളം വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നോക്കണം. വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ്ങിനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം അതൊക്കെ പാടെ നമ്മുടെ ചെറിയൊരു ബാഗിൽ ഒതുങ്ങും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ വലിയ സിലിണ്ടറും വലിയ അടുത്തൊന്നും കൊണ്ടുപോകാൻ ആയിക്കോട്ടെ. ഞങ്ങൾ മാമൂലി തന്നെ കേട്ടോ ചിക്കൻ പൊരിച്ചിട്ട് അങ്ങനെയാണ് നമ്മളുടെ അടുപ്പുണ്ടാവും. അതുപോലെ ശരിക്കും ഒന്ന് കാണിക്കാൻ ഇവിടെ ലേറ്റർ കാര്യമൊക്കെ ഇതാണ് വരുന്നത്. ആഹാ കൊള്ളാം. കുഞ്ഞടുപ്പ് അല്ലേ കുഞ്ഞിതിലേ. ഇത് വാങ്ങിയെന്ന് കരുതി ഇന്നോ നാളെ ഞാൻ പോയിട്ട് ക്യാമ്പ് ചെയ്യുന്നതല്ല. ഞാൻ ക്യാമ്പ് ചെയ്യുന്ന സമയത്താണ്. ഇനി വരുന്നത് നാളെയൊക്കെ ക്യാമ്പ് ചെയ്യുന്നത്. നാളെ ഒന്നല്ല മഴയൊക്കെ കൂടി മീനൊക്കെ നന്നായിട്ട് ഉണ്ടാവട്ടെ. എടുക്ക് ഈ കവറിടുന്നു. ചിക്കൻ പൊരിയണ സൗണ്ട് കേൾക്കണ്ടെങ്കിൽ തിളക്കണാക്കണ എണ്ണയിൽ പിന്നെ അതിൻ്റെ വില പറയാൻ മറന്നോട്ടെ. 299 റുപ്യ കേട്ടോ അതിന് വില. 298 ഇതിന് വില കൊടുത്തുണ്ടാവോ? ഇപ്പം വില കൊടുത്തില്ല. ഇതിന് വിലയില്ല. പിന്നെ ഞാൻ ഉച്ചവരെ ഓടിയത്. ഇതാണ് ഞാൻ ഉച്ചവരെ ഓടിയത്. പൈസ പറയുന്നത് ഒക്കെ ചില്ലറകളാണ്. ആകെ ഒരു നീലനോട്ടായിട്ടുള്ളൂ. ഒരു നീലനോട്ട് കൊണ്ട് കാര്യമില്ല. ഇനി ഒരു ഓറഞ്ച് ഒരു 4-5 നീലനോട്ട് ഒരു ഓറഞ്ചൊക്കെ കിട്ടും. നല്ല റെഡി ആവുള്ളൂ. പിന്നെ
ചിക്കനും കൂട്ടി. ചിക്കൻ പൊരിച്ചതുണ്ട്, ചിക്കൻ കറി വെച്ചത്, പപ്പടം, തൈര് എല്ലാം ഉണ്ട് അല്ലേ. ബർത്ത്ഡേ സ്പെഷ്യലാ? അങ്ങനെ വെച്ചാൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കേക്ക് വേണോ? വേണ്ട. എന്നാലോ കേക്കൊന്നും വേണ്ട പോലോ. നോക്കാം, കേക്ക് നമുക്ക് കാണാം. പിന്നെ അമ്മ ഇവിടെ അല്ല, അമ്മ ഫ്രണ്ട്സിൻ്റെ കൂടെ കോഴിക്കോട് പോയി അല്ലേ. കല്യാണം കോഴിക്കോട് കല്യാണത്തിനേതാ? ആയിക്കോട്ടെ. ഉച്ചയ്ക്ക് ശേഷമുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. 2:50 ആയിട്ടോ. കറിയൊക്കെ ആയിട്ടുള്ള ചോർന്നണം. അപ്പോഴേക്ക് നേരം വഴി. അപ്പൊ നമുക്ക് പോകുമ്പോ തന്നെ ഇവിടുന്ന് ഒരു ട്രിപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഗ്യാസ് നിറക്കാനാണ്. ഗ്യാസ് കൊണ്ടുപോയി നിറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ തൊട്ടടുത്ത നാട്ടിൽ പോയിട്ട് വേണം എടുക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പോകുന്നത് ഇവരുടെ ആ ഒരു ഭാഗത്ത്. അപ്പൊ ദൂരം എത്ര ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. എന്തായാലും ഒരു 100 രൂപ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ മാത്രം പോകുന്ന ഒരു വഴി ഞാൻ അതിന് മുമ്പ് കാണിച്ചു തന്നിരുന്ന ഞങ്ങൾക്ക്. ഈ വഴിയിലൂടെ അങ്ങനെ താഴത്തേക്ക് പോകണം. ഒരുപാട് വീടുകളുണ്ട് ഇതില്. ഒരു ചെരിഞ്ഞ സ്ഥലമാണത്, ഒരു കുന്നാണ്. ഇതിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് പാടമാണ്. അതല്ലേ ആ ഒരു പാടത്തേക്കെത്താം. ഇതാണ് സ്കൂളില്ലാത്തപ്പോഴുള്ള അവസ്ഥ. കാരണം ഞങ്ങള് ഇതിലാ ചൂണ്ടായിട്ട് നടക്കല്ലാരും. എല്ലാം കിട്ടിയാവാൻ ഇതൊന്നും ഉണ്ടാവില്ല. നല്ല മഴക്കോളുണ്ട്, മഴ സാധ്യത ഉണ്ട്. ഇത് നമ്മളെ ഈ വെള്ളമൊക്കെ നമ്മുടെ തോട്ടിക്ക് തന്നെയായിട്ട് വരിക. നമ്മുടെ നാട്ടിൽ കൂടെ നമ്മുടെ തോട്ടിക്ക് തന്നെയാണ് ആ വെള്ളമൊക്കെ വരിക. ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. തുറന്നിട്ടോ ഇല്ല എന്നുള്ളത് വലിയൊരു ഉറപ്പില്ല. ഇതാണ് ബോർഡ്, ലെഫ്റ്റ് സൈഡ് കാണാം. സംഭവമുണ്ട്. ലോഡ് ഇറക്കി കൊണ്ടിരിക്കാനുള്ള ഇത് നമ്മളുടെ ട്രിപ്പുകാർക്ക് റിസ്ക് ഒന്നും ഇല്ലല്ലോ. മഴ നനയണം, ഇതെടുത്ത് വെക്കണം. എന്താ ചെയ്യാ? ഉച്ചയ്ക്ക് ശേഷം എപ്പോഴാ ഇറക്കല്? 2 മണിക്ക് ഇറക്കൂലേ? എന്നും വെള്ളി മാറ്റണ്ടോ? നേരത്തെ അടക്കൂലേ? 1 മണിക്കൂറുള്ള ലഞ്ച് ടൈം. അപ്പൊ സാധനം കിട്ടി, ഞാൻ പോവാണ്, തിരിച്ചു പോവാണ്. എന്താ പറയാ, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ മഴ ചോരട്ടെ എന്ന് കയറി നിന്ന് കഴിഞ്ഞാല് ടൈം ഒരുപാടാവും. പിന്നെ ഈ ഗ്യാസ് നിറക്കാൻ വിടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അവർ വീട്ടിൽ നിന്നാൽ മതി, നമ്മുടെ കൂടെ ആരും പോരണ്ട. ആ DAC നമ്പർ മാത്രം, ബുക്കിംഗ് നമ്പർ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ പൈസയും അത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും. നമ്മളത് ഭദ്രമായിട്ട് അവിടെ എത്തിക്കും. അതിന് നമ്മളേറെ അവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങണമെന്നില്ല. കറക്റ്റ് വാടക വാങ്ങുന്നുള്ളൂ. കറക്റ്റ് 4 മണിയായിട്ടോ. ഒരു മൂഞ്ചിയ ദിവസമാണ് ഇന്നത്തെ ദിവസം. നമ്മളെ പടിമലക്കാരിലുണ്ടോ, പടിമാർക്ക് ഇരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് നനവുണ്ട്, ഇത് കണ്ടറിയുമ്പോഴല്ലോ കണ്ട നനവുണ്ട്. അപ്പോൾ അമ്മ ആരും ഇരിക്കില്ല. ഇടായിരിക്കുക. ഒരു മൂഞ്ചിയ ദിവസമാണ്. മൂഞ്ചിയ ദിവസം എന്ന് പറഞ്ഞാൽ മൂഞ്ചിയ ദിവസം. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇറങ്ങിയിട്ട് ആ ഒരു ഗ്യാസ് കൊണ്ട് കൊടുക്കാനുള്ള ട്രിപ്പ് മാത്രം എടുത്ത് പോയി. വേറെ ഏത് എടുത്തുള്ള ഈ ഇടയിലൊക്കെ വന്ന് നിന്ന ദിവസം എന്നപ്പോൾ 3 ദിവസം മുന്നേറ്റിയെന്ന് തോന്നുന്നു. മഴയായിട്ട് ഇവിടെ ഒന്നും വന്ന് നിൽക്കാറില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങാടി ഇങ്ങനെ ഇറങ്ങിയേക്കണം. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആൾ ഇറങ്ങിയേക്കണം. 4:30 സമയമായി. ഇന്ന് ഒരു തരത്തിലും രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല കേട്ടോ. ഞാൻ കുറെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് തള്ളി 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം തള്ളി മുന്നിലേക്ക് എത്തിയിട്ടാണ് നമുക്ക് ട്രിപ്പ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. നമ്മൾ കരുതിയ പോലെ നമുക്ക് ഒരു 6 പഠിപ്പിക്കാൻ വരും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. എന്താ ചെയ്യാം അല്ലയ്യ. റോഡ് കോളായി. ടാറിങ്ങിനൊന്നും കുഴപ്പമില്ല, വെള്ളം കെട്ടിക്കുന്നതിനോ. അപ്പൊ ഇന്നത്തെ ദിവസം കണക്ക് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനിയിപ്പോ സമയമുള്ളത് 4:30 5:30 6:00 7:00 8:30 ഒരു 4 മണിക്കൂർ നമുക്കിനി ഓടാനുള്ള സമയം. 4:30 മണിക്കൂർ കൊണ്ട് നമുക്ക്
നല്ല രണ്ട് നല്ല ട്രിപ്പ് കിട്ടിയാൽ മതി, തീരാവുന്ന പ്രശ്നമുള്ളൂ. അതാണ് കിട്ടേണ്ടത്. നേരത്തെ കിട്ടുമെന്ന് അറിയില്ല, എന്താന്ന് തന്നെ അറിയില്ല. ചെങ്ങേമര സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ ആയില്ലാണ് നമ്മളെ വണ്ടി ഇട്ടിട്ടുള്ളത്. എന്താ ചെയ്യുക, ഓട്ടത്തിൻ്റെ പവറാണ് കാണുന്ന. സമയം 5:20. ഇന്നിപ്പോൾ ഞാൻ ഓടിയിട്ട് തേക്കാൻ വേണ്ടി പറ്റൂല. ഇവിടുന്ന് അവിടേക്ക് എത്തിയിട്ട് എത്ര 30 വണ്ടിൻ്റെ ബാക്കിൽ. ചെങ്ങമര നാട്ടിലാണ്. സമയം 6:15. ഈ 6:15 നേരത്ത് നമ്മൾക്ക് നാട്ടിലേക്ക് ഒരു ലോക്കലാണ് കിട്ടിയത്. എന്താ പറയാ, വളരെ വളരെ ശോകമാണ്. കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏത് നേരത്താട്ടോ, ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്കിപ്പോ ഈ ഒരു ലോക്കൽ കിട്ടണം. അത് ഞാൻ വണ്ടി ഫുള്ളാണെന്നൊക്കെ പറഞ്ഞു കാണിച്ചു തന്നില്ലേ. അത് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും. ഇന്നത്തെ ദിവസത്തെ എല്ലാ പ്രതീക്ഷയും തീർന്നു. ഇനിയിപ്പോ നമ്മുടെ സാധാരണ ഉള്ള സ്ഥിരം ട്രിപ്പ്, ഒരു 200 രൂപയുടെ ട്രിപ്പ് രാത്രി, അതുണ്ടെങ്കിൽ അത് അല്ലാത്തതൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയല്ല. പെട്ടെന്ന് പെയ്യുന്ന മഴകളാണ് ഉള്ള മഴ എന്ന് പറയുന്നത്. ടൗണൊക്കെ ലയിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. സമയമായല്ലോ. ഒരു ഫോൺ ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് ഫോൺ ട്രിപ്പ് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചാലുമായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഏതാണ്ട് 7 ഫോൺ ട്രിപ്പ് എടുത്തു. ഈ 7 ഫോൺ ട്രിപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാല് എല്ലതും ലോക്കലുകളാണ്. ലോക്കലുകളാണ് 30, 40. അതിന് മേലേക്ക് ഒരു ഫോൺ ട്രിപ്പ് ഒരു 80 രൂപയുടെ ട്രിപ്പ് ഫോൺ ട്രിപ്പിൽ പോകും. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഭയങ്കര വിഷയമാണ്. വെറും ലോക്കൽ മാത്രമാകുമ്പോഴേ നമ്മൾക്ക് കാര്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു 100 രൂപയുടെയെങ്കിലും അതിന്റെ ഇടയിലൊന്ന് കൂട്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു 300-400 രൂപയ്ക്ക് ഫോൺ ട്രിപ്പുമ്പോൾ കളിക്കാം. എന്നാലും ഇപ്പൊ അത് മുന്നോട്ട് പോകുള്ളൂ. ചെങ്ങന്മാരെ അവിടെ ബസ് കാത്ത് നിൽക്കുന്ന കൂട്ടത്തില് നമ്മുടെ സ്ഥിരം ട്രിപ്പായിട്ടുള്ള 200 രൂപയുടെ ആളും നിൽക്കുന്നുണ്ട്. ഇപ്പൊ സമയം 7 മണി ആവണുള്ളൂ. 7:40 അവരുടെ ബസ്. അപ്പൊ അവർക്കിന്ന് ബസ് കിട്ടും. ഇത്രയും നേരത്തെ വന്ന അവിടെ നിൽക്കുന്നത് കൊണ്ടേ എന്താ പറയാ, അപ്പൊ ഒന്നും അതും ഇല്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ അവസ്ഥ അതൊരു സംഭവമായിരിക്കും. പക്ഷെങ്കിൽ നമ്മളുടെ മുന്നിൽ ഇനിയൊരു സമയം ഇപ്പൊ 7 മണിയാണെന്ന് പറയില്ല, 2 മണിക്കൂർ കൂടി 2 മണിക്കൂർ കൂടി നമുക്ക് നിൽക്കാം അവിടെ. എന്താ അവസ്ഥ അറിയാലോ. ചില ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിലൊന്നും നമ്മള് തളരരുത് രാമൻകുട്ടി, തളരരുത്. മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെയാണ്. ഈ കാണുന്ന ബസ്സിൽ നമ്മളുടെ 200 രൂപ ട്രിപ്പ് പോവുകയാണ്, കയറുവാണ്. ആരാണ് ആ ബസ്സൊക്കെ കണ്ടുപിടിച്ചേ? വെറുതെ. അപ്പൊ അതായത് പോയിട്ടോ, അത് നോക്കണ്ട. ഇന്നത്തെ ദിവസം അതൊക്കെ ഓട്ടം ഏതായാലും ഒരു 10 രൂപയ്ക്ക് കപ്പലണ്ടി. ഞങ്ങളവിടെ ഇങ്ങനെ കടലാന്ന് മാത്രമേ പറയാലോ. അതൊന്നും ഇന്ന് കുതിർക്കുക. മഴയൊക്കെ തണുപ്പൊക്കെ തകർന്ന് തരിപ്പണായി. ഞാൻ മുന്നിലിരിക്കുന്നു. അവിടുന്ന് ഒരു ലോക്കൽ കിട്ടി, ബാക്ക് കൊണ്ടുവന്ന് കിട്ടു. അതായത് ഞാൻ കുറേ നേരം മുന്നിൽ ഇരുന്നിട്ടുണ്ടോ. എന്നിട്ട് കിട്ടിയത് 30 രൂപയാണ്. അത് കഴിഞ്ഞ് നേരെ അവിടെ ബാക്ക് കൊണ്ടുവന്നിട്ട് കടൽ തന്നെ ഇന്ന് കേക്ക് വാങ്ങി വാങ്ങാൻ പോവാം. കുട്ടി ഇറങ്ങുന്നതിൻ്റെ മുന്നേ പോകണം. ഒരു 8:30 ആകുമ്പോഴേക്കും വീട് എത്തണം. ചെങ്ങന്മാരെ നമ്മളെ സ്റ്റാൻഡിൽ ഒരു വണ്ടി തട്ടിട്ടോ. അതിൻ്റെ ഗ്ലാസ്സാണത്, ഓട്ടോറിക്ഷൻ്റെ. അത് നമ്മൾ പരമാവധി മദ്യം പറഞ്ഞ് ഒഴിവാക്കിയിരിക്കണം. എന്താ പറയുക, ഒരു ഗ്ലാസ് പോയി ഒറിജിനലിനും പോലെ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന് 150 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 150 രൂപയിൽ നമ്മൾ മദ്യം പറഞ്ഞു, 100 രൂപ. എന്തായാലും നമ്മൾ തീരുമാനമായി കൊടുത്തു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്നും കിട്ടിയില്ല. 5 ഗ്ലാസ്സെങ്കിലും കിട്ടി. അതിന്റെ കാര്യം തന്നിട്ടേ ഇതപ്പം തരരുത്, ഇത് കൊണ്ടുപോകാ. ചാടി പൊട്ടിയതല്ലേ. അതെ ഓക്കല്ലേ. ചെങ്ങന്മാരെ വീട്ടിലാണ്. 8:50 9:50 തരാം. ഒരു മിനിറ്റ് കേട്ടോ, അപ്പം തരാം. ഒന്ന് സൗണ്ട് കുറച്ചാ. ഞാൻ കേക്ക് വാങ്ങണം കരുതിയിരുന്നു. വീണ്ടും ഞാൻ ഓർഡർ ചോദിച്ചപ്പോൾ കേക്ക് മണ്ട പറഞ്ഞു. കേക്ക് മണ്ട പറഞ്ഞു. അപ്പം എന്താ കേട്ടോ അപ്പം നമ്മളൊരു ചെറിയ താരം ഡയറി മിൽക്ക് കൊടുക്കാൻ കഴിച്ചില്ല. ഞാൻ കാണിച്ചു തരാം എന്താ കാറുണ്ട് കേട്ടോ. നന്നാ തണുത്തുറച്ചിക്കണത്, തണുത്തുറച്ചതാണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇന്നലെ കേട്ടോ ഞാൻ പിടിച്ച് ഞാനൊരു പൊട്ടെടുത്ത അമ്മച്ചി കൊടുത്തടാ. ഓക്ക് കൊടുക്കാനേ ഇത് പൊട്ട്. കേക്ക് വേണ്ടാൻ പോലോ. കേക്ക്
ഒന്നിലേറെ ആര്യ നല്ല തീറ്റ തിന്നും, അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇവിടെ കുട്ടികൾ വേറെ ആരും ഇല്ലല്ലേ, നമ്മൾ 4 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. വേണ്ടാന്ന് ഓളും തന്നെ വേണ്ടാറേ. പിന്നെ ഇന്നത്തെ ഓട്ടം എന്ന് പറയുന്നത് 730 റുപ്യൻ്റെ ഓട്ടം. ഓട്ടം വളരെ മോശമാണെന്ന്. പ്രശ്നമില്ല, നാളെ പിടിക്കാം. തണുത്ത് ഉറച്ചിരുന്നു, നാളെ പിടിക്കാം. ഏതായാലും ഇന്നത്തെ ദിവസം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൂക്കിയാർത്ത് നടക്കണം അല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ ഓക്കെ, നാളെ അവന് 7 വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വിട്ട് നാളെ വരാം. ബൈ, ഗുഡ് നൈറ്റ്.